UDF പ്രതിഷേധം കടുപ്പിക്കുകയാണ്. ഉപരോധത്തിനിടെ പ്രവർത്തകർ കളക്ടറേറ്റിലേക്ക് നടത്തിയ മാർച്ചിൽ അവിടെ പ്രതിഷേധത്തിന് ശേഷം ഇപ്പോൾ അവരെ കസ്റ്റഡിയിലെടുത്ത് നീക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. നേരത്തെ പോലീസും പ്രവർത്തകരും തമ്മിൽ വാക്കുതർക്കം ഉണ്ടായിരുന്നു. കളക്ടറേറ്റ് വളഞ്ഞതോടെ ജീവനക്കാർക്ക് ജോലിയിൽ പ്രവേശിക്കാൻ കഴിഞ്ഞില്ല. ഇക്കാര്യത്തിൽ ഇപ്പോൾ സമരം ചെയ്തവരെ കസ്റ്റഡിയിലെടുത്ത് നീക്കുന്ന തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. സമരം കടുപ്പിക്കുകയാണ്. ആ സമരത്തിൽ ഇപ്പോൾ ഉപരോധവുമായി എത്തിയ ആളുകളെ കസ്റ്റഡിയിലെടുത്ത് നീക്കുന്നു. ദീപക് മോഹൻ നമുക്കൊപ്പം ഉണ്ട്. ദീപക് മോഹൻ, നേരത്തെ വലിയ രീതിയിൽ കളക്ടറേറ്റ് വളയലും വാക്കുതർക്കവും ഒക്കെ അരങ്ങേറിയതാണ്. എന്താണ് ഇപ്പോൾ സംഭവിക്കുന്നത്? സുജിയ, നമ്മളിപ്പോൾ കണ്ടു ഈ കളക്ടറേറ്റിന് പടിക്കൽ സമരം വളയലുമായി എത്തിയ പ്രവർത്തകരെ പോലീസ് ഇവിടുന്ന് അറസ്റ്റ് ചെയ്ത് നീക്കുകയായിരുന്നു. ഇപ്പോൾ ഈ പോലീസിന് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കിയ പോലീസ് ബസിന് മുൻപിൽ മുദ്രാവാക്യം വിളിച്ച് പ്രതിഷേധിക്കുകയാണ് കോൺഗ്രസ് പ്രവർത്തകർ. ET മുഹമ്മദ് ബഷീർ അല്പം മുൻപാണ് ഈ സമരത്തെ അഭിസംബോധന ചെയ്ത് പ്രസംഗിച്ചത്. അതിന് തൊട്ട് പിന്നാലെയാണ് കോൺഗ്രസ് പ്രവർത്തകരെ ഇവിടെ നിന്ന് പോലീസ് കസ്റ്റഡിയിലെടുത്ത ബസ്സിലേക്ക് മാറ്റി. അതിനെ തുടർന്നാണ് മറ്റുള്ള കോൺഗ്രസ് പ്രവർത്തകർ ഇപ്പോൾ റോഡ് ഉപരോധിക്കാനായി ഈ അറസ്റ്റ് ചെയ്ത് നീക്കിയ വാഹനത്തിന് മുൻപിൽ മുദ്രാവാക്യം വിളിച്ച വാഹനത്തിന് മുൻപിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. നേരത്തെ 2 കവാടങ്ങളിലും കോൺഗ്രസ് പ്രവർത്തകർ അടക്കമുള്ള നിരവധി ദുരന്തബാധിതരും ആളുകൾ സമരവുമായി ഇന്നലെ രാത്രി മുതൽ ഇവിടെ ഉണ്ടായിരുന്നു. ഇന്ന് രാവിലെ കൂടുതൽ ദുരന്തബാധിതരെത്തിയതോടുകൂടിയും വയനാട് ജില്ലയിലെ പലയിടങ്ങളിലെ കോൺഗ്രസ് പ്രവർത്തകർ അടക്കമുള്ള ആളുകൾ ഇങ്ങോട്ട് എത്തിച്ചേർന്നു. ഇവരിപ്പോൾ റോഡ് സിനോജ് തോമസ് നേരത്തെ വലിയ വാക്കുതർക്കത്തിലേക്കൊക്കെ പോയതാണ്. ഇപ്പോൾ പ്രവർത്തകരെ പൂർണ്ണമായും അവിടെ നിന്ന് നീക്കാൻ കഴിയുന്നുണ്ടോ? കൂടുതൽ പ്രവർത്തകർ മുദ്രാവാക്യം വിളിക്കുന്നത് കാണാം. കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് ചെയ്ത് നീക്കുന്ന പോലീസ് വാഹനത്തിന് മുന്നിലുമുണ്ടല്ലോ പ്രവർത്തകർ. സിനോജ് തോമസ് കേൾക്കാമോ? സിനോജ് തോമസ് ഇല്ല. ദീപക് മോഹൻ വയനാട് നേതാക്കന്മാരെ പോലീസ് അറസ്റ്റ്. സിനോജ് തുടരാം. സുജ പർവ്വതി, നേതാക്കന്മാരെ പോലീസ് അറസ്റ്റ് ചെയ്ത് പോലീസ് ബസ്സിനകത്തേക്ക് മാറ്റി. ഈ സമയത്താണ് പ്രതിഷേധക്കാർ ബസ് തടഞ്ഞ് പ്രതിഷേധിക്കുന്നത്. വയനാട് കളക്ടറേറ്റിന് മുൻപിൽ ദേശീയപാതയിലാണ് പ്രതിഷേധക്കാർ ഈ ബസ് തടഞ്ഞിരിക്കുന്നത്. പക്ഷേ മൈക്കിലൂടെ അനൗൺസ് ചെയ്യുന്നുണ്ട് നേതാക്കന്മാർ അറസ്റ്റ് വരിച്ചു കഴിഞ്ഞിരിക്കുന്നു, സമരം അവസാനിച്ചിരിക്കുന്നുവെന്ന് അനൗൺസ് ചെയ്തു. പക്ഷേ ഈ പ്രവർത്തകർ പിരിഞ്ഞു പോകുന്നില്ല. നേതാക്കന്മാരെ അറസ്റ്റ് ചെയ്ത ബസ് തടയുകയാണ് ചെയ്തിരിക്കുന്നത്. നൂറുകണക്കിന് പ്രവർത്തകർ ഈ ദേശീയപാതയുടെ നടുവിൽ നിന്ന് പോലീസ് ബസ് തടഞ്ഞു നിർത്തിയിരിക്കുകയാണ്. മുദ്രാവാക്യം വിളിക്കുകയാണ്. കൽപ്പറ്റ മുനിസിപ്പൽ ചെയർമാൻ ഉൾപ്പെടെയുള്ള UDF നേതാക്കളെ പോലീസ് അറസ്റ്റ് ചെയ്ത് ബസ്സിനകത്തേക്ക് മാറ്റിയിരിക്കുന്നു. ഇപ്പോൾ പ്രതിഷേധ പ്രകടനമായി ബസ്സിന് മുൻപിൽ നിന്ന് ആളുകൾ മുന്നോട്ട് നീങ്ങുന്നതാണ് കാണുന്നത്. രാവിലെ 7 മണി മുതലാണ് ഈ കളക്ടറേറ്റ് വളയൽ സമരം ആരംഭിച്ചത്. വലിയ ഒരു പ്രതിഷേധ കൂട്ടായ്മ തന്നെ ഈ കളക്ടറേറ്റിന്റെ മുൻപിൽ ഉണ്ടായിരുന്നു. അതായത് 3 കവാടങ്ങളാണ് ഉണ്ടായത്. 3 കവാടങ്ങളും പൂർണ്ണമായി ഉപരോധിച്ചുകൊണ്ടാണ് ഈ പ്രതിഷേധക്കാർ സമരം നടത്തിയത്. ഒരു ജീവനക്കാരെ പോലും അകത്ത് കയറ്റാൻ സമ്മതിച്ചില്ല. ഇതിനിടയിൽ 2 പേർ അകത്ത് കയറാൻ ശ്രമിച്ചത് നേരെ സംഘർഷത്തിന് വഴിവെച്ചിരുന്നു. ഇപ്പോൾ ഈ UDF പ്രവർത്തകർ ബസ് തടഞ്ഞത് അവസാനിപ്പിച്ചിരിക്കുന്നു. ബസ് കടത്തിവിടുകയാണ്. പ്രതിഷേധക്കാർ ഈ റോഡിലൂടെ പ്രകടനം വിളിച്ചുകൊണ്ട് 1ാമത്തെ ഗേറ്റിൽ നിന്ന് 2ാമത്തെ ഗേറ്റിലേക്ക് പോകുന്നതാണ് നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. 2ാമത്തെ ഗേറ്റിന്റെ മുൻപിലും T സിദ്ദിഖ് MLA ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെയും പ്രതിഷേധിക്കുന്നുണ്ട്. ഇപ്പോൾ 5ഓളം വരുന്ന നേതാക്കന്മാരെ പോലീസ് അറസ്റ്റ് ചെയ്ത ബസ്സിനകത്തേക്ക് കയറ്റിയിട്ടുണ്ട്. ആ ബസ്സാണ് ഈ പ്രതിഷേധ പ്രകടനത്തിന്റെ പുറകിലൂടെ കടന്നു വരുന്നത്. ആ നേതാക്കളെ പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റുകയാണ്. ഒപ്പം 1ാം ഗേറ്റിൽ ഉപരോധിച്ചുകൊണ്ടിരുന്ന UDFിന്റെ പ്രവർത്തകരാണ് മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് 2ാം ഗേറ്റിന്റെ ഭാഗത്തേക്ക് പോകുന്നത്. അതായത് അവിടെ അനൗൺസ് ചെയ്തത് സമരം അവസാനിച്ചിരിക്കുന്നു, നേതാക്കന്മാർ അറസ്റ്റ് വരിച്ചിരിക്കുന്നു എന്ന് പറയുന്നു. ET മുഹമ്മദ് ബഷീർ MP ആണ് ഈ സമരം ഉദ്ഘാടനം ചെയ്തത്. ഉദ്ഘാടന പ്രസംഗം കഴിഞ്ഞ ഉടനെ തന്നെ പോലീസ് അറസ്റ്റ് നടപടിയിലേക്ക് കടക്കുകയായിരുന്നു. കാരണം കളക്ടറേറ്റിന്റെ പ്രവർത്തനം പൂർണ്ണമായി സ്തംഭിച്ചിരിക്കുന്നു. ഈ ക്യാമറ ഇടത്തേക്ക് തിരിച്ചാൽ കാണാം കളക്ടറേറ്റിലെ ജീവനക്കാരാണ് ഈ നിൽക്കുന്നത്. ഇവർക്ക് ആർക്കും അകത്തേക്ക് കയറാൻ സാധിച്ചിരുന്നു. എല്ലാവരും ഫുട്പാത്തിൽ നിൽക്കുകയാണ്. പലരും ഈ ഫുട്പാത്തിൽ നിന്നുകൊണ്ടാണ് പഞ്ച് ചെയ്യുന്നത് കണ്ടത്. ഇവർക്ക് അകത്തേക്ക് കയറണമെങ്കിൽ പോലീസിന് ഈ പ്രതിഷേധക്കാരെ ഇവിടെ നിന്ന് നീക്കേണ്ടതുണ്ട്. അങ്ങനെയാണ് ET മുഹമ്മദ് ബഷീർ MP ഉദ്ഘാടനം ചെയ്തത്. ഈ പ്രതിഷേധക്കാർ നീങ്ങുകയല്ലേ? ദുരന്ത ബാധിതരുമില്ലേ ഈ കൂട്ടത്തിൽ? സുജ പാർവതി, ദുരന്ത ബാധിതരും ആ ദുരന്ത മേഖലയിലെ വാർഡ് മെമ്പർമാരും ഒപ്പമുണ്ട്. അവരൊക്കെ തന്നെ ചേർന്നുകൊണ്ടാണ് ഈ പ്രതിഷേധത്തിന് നേതൃത്വം കൊടുക്കുന്നത്. വലിയ പ്രതിഷേധം. ഇന്ന് 7 മാസം തികയുകയാണ് മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ഉണ്ടായിട്ട്. ആ 7 മാസം തികഞ്ഞിട്ട് ഇപ്പോഴും അവ്യക്തത നിലനിൽക്കുകയാണ് പുനരധിവാസവുമായി ബന്ധപ്പെട്ടിട്ട്. അതുകൊണ്ടാണ് ഈ രീതിയിൽ വലിയൊരു പ്രത്യക്ഷ സമരത്തിലേക്ക് UDF കടക്കുന്നത്. ഇത്രയും നാൾ ഈ സമരത്തിലേക്ക് കടക്കാൻ UDF തയ്യാറായിരുന്നില്ല. നിയമസഭയിൽ ഉൾപ്പെടെ അടിയന്തര പ്രമേയം കൊണ്ടുവന്ന ഈ വിഷയം ചർച്ചയാക്കുകയാണ് ചെയ്തത്. പക്ഷേ ഇപ്പോൾ കാര്യങ്ങളൊന്നും നടക്കാത്തത് കൊണ്ട് തന്നെയാണ് ഈ സമരത്തിലേക്ക് കടന്നതെന്നാണ് UDFിന്റെ നേതാക്കൾ പറയുന്നത്. ഈ പ്രവർത്തകർ റോഡിലൂടെ പ്രകടനമായി മുന്നോട്ട് പോകുന്നു.
നേതാക്കന്മാരെ കസ്റ്റഡിയിലെടുത്ത പോലീസ് ബസ് ഈ പ്രകടനത്തിന് പിന്നാലെ വരികയും ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ പ്രതിഷേധക്കാരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ്. വയനാട് കളക്ടറേറ്റിൽ നിന്നുള്ള വിവരങ്ങളും ദൃശ്യങ്ങളുമാണ് സിനോജ് തോമസും ദീപക് മോഹനും പങ്കുവച്ചത്.